ബാബൽ മന്ദേബ് റെഡ് സീയിൽ അതുകൂടി അടയ്ക്കുമോ എന്ന ഏറ്റവും ഗൗരവമായ ചോദ്യമാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഇറാൻ്റെ പാലങ്ങളും അതുപോലെ തന്നെ അവരുടെ പല നെറ്റ്വർക്കുകളും അമേരിക്ക തകർത്തു തുടങ്ങുമ്പോൾ ഹൂത്തികളോട് റെഡ് സീയിലെ ബാബൽ മന്ദേബ് അടയ്ക്കാൻ തയ്യാറായിരിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ബാബൽ മന്ദേബും അതോടൊപ്പം തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസും കൂടി ഒരുപോലെ അടഞ്ഞാൽ ലോകം അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും ഭയാനകരമായ സ്ഥിതിവിശേഷമായിരിക്കും. ട്രംപ് എന്ന് പറയുന്ന ഒരു യുദ്ധക്കൊതിയൻ കഴിഞ്ഞ ദിവസം JD വാൻസ് എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നരകത്തിൽ പോകാൻ പറഞ്ഞ കുറേ പേരുടെ വാക്ക് കേട്ടിറങ്ങി പുറപ്പെട്ട ഈ യുദ്ധം ബാബൽ മന്ദേബിലേക്ക് കൂടി കടക്കുമ്പോൾ അത് അതിരൂക്ഷമായ സംഗതിയായി മാറും എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് അതിരൂക്ഷമായ സംഗതിയായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 12% ഗ്ലോബൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഫ്യുവൽ ട്രാൻസ്പോർട്ടേഷനും എല്ലാം നടക്കുന്നത് ബാബ് അൽ മന്ദേബിൽ കൂടിയാണ്. ബാബൽ മന്ദേബിലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് പോലും ഇപ്പോൾ ബാബൽ മന്ദേബിലൂടെയാണ് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി സൗദി അറേബ്യയുടെ ഓയിൽ ഷിഫ്റ്റിംഗ് ആണ്. സൗദി അറേബ്യ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തകരാറിലായിട്ടും അത്രമേൽ പ്രയാസം വരാതെ എല്ലാം മാനേജ് ചെയ്യുന്നത് ബാബൽ മന്ദേബിലൂടെയാണ്. അങ്ങനെ ബാബൽ മന്ദേബിലൂടെ കടത്തിവിടുന്ന ഈ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ തടസ്സപ്പെട്ടാൽ പിന്നീട് അങ്ങ് ആഫ്രിക്ക വഴി ചുറ്റി വേണം ഈ സംഗതി എത്തിച്ചേരാൻ. അങ്ങനെ ആഫ്രിക്ക വഴി ചുറ്റിച്ചേർന്ന് വന്നാൽ ഇന്ധനവില ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായിത്തീരും. ഇരട്ടി. സൂയസ് കനാൽ ഇതിനു വേണ്ടി ആശ്രയിക്കാനായി ശ്രമിച്ചാൽ അതിൽ കൂടി വളരെ ലാർജ് ക്രൂഡ് ക്യാരിയേഴ്സ് അതിന് കടന്നു പോകാൻ കഴിയില്ല. എന്ന് മാത്രമല്ല 2 മില്യൺ ബാരലുകളുള്ള ക്രൂഡ് വെഹിക്കിൾസാണ് ഇപ്പോൾ ബാബൽ മന്ദേബിലൂടെയും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയും ഒക്കെ പോകുന്നത്. എന്നാൽ സൂയസ് കനാലിലേക്ക് പോകുമ്പോൾ അത് കടന്നു പോകാനായി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ സാധ്യമാവുകയില്ലെന്ന് മാത്രമല്ല, അത് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാട്ടർ ട്രാഫിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ബാബൽ മന്ദേബ് കൂടി അടഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതടയ്ക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നാൽ അതടയ്ക്കാനുള്ള സൗകര്യങ്ങളും ആയുധങ്ങളും ആക്സസബിലിറ്റിയും എല്ലാം ഹൂത്തികൾക്ക് നന്നായിട്ടുണ്ട്. മിസൈലുകൾ വർഷിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്കതിൽ വളരെ സ്ട്രെയിറ്റ് ആക്സസ് ഉണ്ട്. ആ ആക്സസ് അവരുപയോഗിച്ചത് ബ്ലോക്ക് ചെയ്യുക വളരെ എളുപ്പമാണ്. അതിനെ അത്ര വേഗം ഈ പറയുന്നത് പോലെ തടസ്സങ്ങൾ നീക്കാൻ യുദ്ധം കൊണ്ട് മാത്രം, ആക്രമണം കൊണ്ട് മാത്രം സാധ്യമല്ല. എന്ന് മാത്രമല്ല, അതുണ്ടായാൽ ബെയ്ജിങ് ഇടപെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇറാൻ സൗദി അറേബ്യ ധാരണ അതുമായി പൊളിയുകയും ചെയ്യും. കാരണം സൗദി അറേബ്യയുടെ എണ്ണ നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതി വരും. ചുറ്റിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ബാബൽ മന്ദേബ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഈ യുദ്ധം കടന്നാൽ അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ എനർജി ട്രാഫിക്കിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആക്രമണം ഏകപക്ഷീയമായി ഒരു സൈഡിൽ നിന്ന് നടക്കുമ്പോൾ പ്രത്യാക്രമണം അതിനേക്കാൾ രൂക്ഷമായും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹിക്കേണ്ടി വരുന്നത് ലോകത്തെ ജനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.